മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിൻ്റെ സവിശേഷതകളും നേട്ടങ്ങളും ചർച്ച ചെയ്യുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് വൃത്തി 2025 ദേശീയ കോൺക്ലേവ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലെടുക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, സ്വകാര്യ ഏജൻസികൾ ഇവരൊക്കെയാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കേരളം നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സംശയങ്ങളുള്ളവർക്ക് അവ ഉന്നയിക്കാനും ദൂരീകരിക്കാനുമുള്ള വേദി കൂടിയാണ് ഈ കോൺക്ലേവ്. ആ നിലക്ക് മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിൻ്റെ സമഗ്ര മുന്നേറ്റത്തിന് വഴി തുറക്കുന്നതാവും ഈ കോൺക്ലേവ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം ഏറ്റെടുത്ത ജനകീയ ക്യാമ്പയിനുകൾ, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം, ജനകീയ ആസൂത്രണം, മാലിന്യമുക്ത നവകേരളം, ഇതെല്ലാം ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടെയാണ് വിജയിപ്പിക്കാൻ നമുക്കായിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഈ ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ 19,489 പഞ്ചായത്ത് നഗരസഭാ വാർഡുകളിൽ 19,093 എണ്ണത്തെയും 1034 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ 1027 എണ്ണത്തെയും മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന മാനദണ്ഡങ്ങളിൽ 80% പൂർത്തീകരിച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത്. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജനത്തെ ഒരു പ്രധാന അജണ്ടയായി ഏറ്റെടുത്തിരുന്നു. വികേന്ദ്രീകൃത സംസ്കരണത്തിനുള്ള മാർഗങ്ങൾ വ്യാപകമാക്കുക, ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനായുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുക, ഇതെല്ലാം ലൈഫ് മിഷൻ്റെ ഭാഗമായി തന്നെ ആ ഘട്ടത്തിൽ തന്നെ ലക്ഷ്യമിട്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഈ സർക്കാർ മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. അതിൻ്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി ഉദ്ഘാടനം ചെയ്തിരുന്നു. ആ ക്യാമ്പയിൻ നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനോടകം 1330 മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 19,721 മിനി MCFകൾ പ്രവർത്തിക്കുകയാണ്. 17,032 ബോട്ടിൽ ബൂത്തുകളും 192 റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റേഷൻ സെൻ്ററുകളും പ്രവർത്തിച്ചു വരികയാണ്. ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത്
ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡാണ്. അതിനെ ചുക്കാൻ പിടിക്കുന്നതാകട്ടെ 37,000-ലധികം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 61,664 ടൺ മാലിന്യമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചത്. ഇതിനായി 3.25 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ശേഖരണ സംവിധാനങ്ങൾ ഒരുക്കി. മാലിന്യ സംസ്കരണത്തിനായി 1019 തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ പ്രത്യേക ആപ്പ് തയ്യാറാക്കുകയും ചെയ്തു. 52,000-ഓളം എൻഫോഴ്സ്മെന്റ് പരിശോധനകളിലൂടെ 6 കോടിയോളം രൂപയുടെ പിഴ ചുമത്തുകയുണ്ടായി. 284 സ്വകാര്യ ഏജൻസികളെ മാലിന്യ സംസ്കരണത്തിനായി എംപാനൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ 89 ലക്ഷം വീടുകൾ വഴിയുള്ള മാലിന്യ നീക്കം ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വിശദമായി കാര്യങ്ങൾ ഇവിടെ സംസാരിക്കും. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ഇത്രയേറെ മുന്നേറ്റങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ചിലർ ഇപ്പോഴും മാലിന്യ നിർമ്മാർജ്ജനത്തെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന നിലയുണ്ട്. മാലിന്യ സംസ്കരണ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് ജനപ്രതിനിധികളുടെ എല്ലാം കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ഇവിടെ സംശയങ്ങളും ആശങ്കകളും ചർച്ച ചെയ്യുന്നതിനും പരിഹാരം കാണുന്നതിനുമുള്ള വേദി കൂടിയായാണ് ഈ കോൺക്ലേവിനെ കാണേണ്ടത്. മാനവ വികസന സൂചികയിലടക്കം വലിയ തോതിലുള്ള നേട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് കൈവരിക്കാനായിട്ടുണ്ട്. ആ നേട്ടങ്ങൾക്ക് അടിസ്ഥാനമായി മാറിയത് ജനകീയമായ ഇടപെടലുകളാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ അത്തരം ഇടപെടലുകളുടെ ഫലങ്ങൾ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജന രംഗത്തും ലോകത്തിനാകെ മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. അതിനായുള്ള ചർച്ചകളും സംവാദങ്ങളും കൊണ്ട് സമ്പന്നമാകും ഈ കോൺക്ലേവ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.